ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും ആ ഒരു ഗ്രേവിയുടെ ആ ഒരു കൊഴുപ്പിലും തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കുക്കറിലാണെങ്കിലും ചെയ്യുമ്പോഴത്തേക്കിനും. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകും. നമുക്കിതൊന്ന് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. സവാള എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് നമ്മൾ കട്ടിക്കും അരിയേണ്ട, എന്നാൽ തീരെ നൈസാക്കി അരിയേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മളിതെല്ലാം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 4 പച്ചമുളക് എടുക്കുക, ഒരു 10 അല്ലി വെളുത്തുള്ളി എടുക്കുക, പിന്നെ ഒരു 2 ഇഞ്ച് നീളം വരുന്ന ഒരു കഷ്ണം ഇഞ്ചിയും എടുക്കുക. ഈ ഒരു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് അവിടെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചിട്ടെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതൊരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മട്ടനകത്ത് നോർമലി നമുക്ക് എപ്പോഴും കുറച്ച് നെയ്യുടെ പീസ് കാണും. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഇപ്പം മട്ടനിൽ നെയ്യ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നമ്മളിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഞാൻ ഒരു 3/4 കിലോ അളവിനാണ് കേട്ടോ മട്ടൺ എടുത്തിരിക്കുന്നത്. ആദ്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അല്ലെങ്കിൽ വീഡിയോ ഞാൻ എടുത്തപ്പോഴത്തേക്കിനും മട്ടൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി നമ്മളിതാ നമ്മൾ ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരു പേസ്റ്റ് ഇല്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു 2-3 മിനിറ്റ് എടുക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ രുചി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ അങ്ങനെ വേണ്ട. സവോളയുടെയൊക്കെ ആ ഒരു കൂട്ടിലേക്ക് നന്നായിട്ട് ചേരാൻ വേണ്ടിയിട്ടാണ് ഒരു 2-3 മിനിറ്റ് സമയം പറഞ്ഞത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ല കുഴഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കിനും വേണം നമുക്കിതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ആട്ടിറച്ചിയായിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങ് എല്ലും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാൽ ഒത്തിരി നെയ്യോ അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ല ഒരു ഇറച്ചിയായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കറി വെക്കുമ്പോഴത്തേക്കിനും അങ്ങനെയുള്ള ഇറച്ചി കിട്ടുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്കും. നമ്മളൊരു 5 മിനിറ്റ് സമയം ആട്ടിറച്ചി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ആ ഒരു പച്ചമണമൊക്കെ നന്നായി മാറി ഈ ഒരു മസാലയിലേക്ക് നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. മട്ടൻ ആദ്യം നമ്മുടെ സവോളയിലേക്ക് ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മട്ടനിലേക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ പോർഷൻ സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? സവാളയൊക്കെ വഴറ്റിയിട്ട് പൊടികൾ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഇറച്ചി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യം നമ്മൾ ഇറച്ചി ചേർത്തതിന് ശേഷം നമ്മൾ പൊടികൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കറിക്ക് നല്ല പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലും പെർഫെക്ഷനും ഉണ്ടാകും. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു മട്ടൻ കറി വെക്കുമ്പോഴത്തേക്കിനും ചെറിയ ജീരകം ഒന്നുകിൽ ആദ്യം നമ്മൾ കടുക് ഇട്ട് വഴറ്റുകയല്ലേ, അതുപോലെ ഒന്ന് പൊട്ടിക്കുകയോ ചെയ്യാറുണ്ട്. എനിക്ക് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇറച്ചിക്കറിയിൽ വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തേക്കുക. ഇനി മീഡിയം സൈസ് വരുന്ന ഒരു തക്കാളിയാണ് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി അരിയുമ്പോൾ അത്യാവശ്യം ഒന്ന് കനം കുറച്ച് തന്നെ അരിഞ്ഞോളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 മുതൽ 5 മിനിറ്റ് സമയം വരെ ഒന്ന് അടച്ചു വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് കുക്കാവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ ഒന്ന് കുക്കായി ഈ ഒരു കറിയിലേക്ക് പിടിച്ചു വരുന്ന സമയമാകുമ്പോൾ നമ്മൾ താഴെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുത്തത്. ഇനി നമ്മളിതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പെന്ന് പറയുമ്പോൾ 250 ml ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇറച്ചിയിൽ നിന്നും കുറച്ച് വെള്ളം ഇത് വേകുന്ന സമയത്ത് ഇറങ്ങി വരും. അതല്ല, നമ്മൾ ഇറച്ചി കഴുകിയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ വെള്ളം നല്ലതുപോലെ പോയിട്ടുള്ള ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി വേണമല്ലോ. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രേവി ആയിരിക്കും. ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ, അല്ലെന്നുണ്ടെങ്കിൽ ഇറച്ചി നന്നായിട്ട് കുക്കാകുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഈ ഒരു കുക്കർ എന്ന് പറഞ്ഞാൽ സ്ലോ കുക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ് സമയമാണ് മട്ടൻ്റെ ആ ഒരു വേവ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ വെന്ത് നല്ല ചാറൊക്കെ നല്ല കുഴഞ്ഞ പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം.
ഇനി നിങ്ങൾക്ക് മട്ടൻ മസാല നിങ്ങളുടെ കയ്യിലുണ്ട്, അതാണ് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കസൂരി മെത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി എടുക്കാം. പക്ഷേ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റും നമ്മുടെ മട്ടന് നല്ല സ്വാദുമാണ് ഇങ്ങനെ ഒരു കസൂരി മെത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പം ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് കുറവാണോ എന്നുള്ളത്. അത് നമ്മൾ കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് നോക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ഇറച്ചിയിലേക്ക് നല്ലതുപോലെ തന്നെ ഉപ്പ് വരുത്തുള്ളേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നാളെ ഉച്ചയ്ക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.